ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കരൾ കറിയാണ്. എനിക്ക് കുറച്ച് കോഴിയുടെ കരൾ കിട്ടി. അപ്പോൾ ചിക്കൻ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ എങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കരൾ വേണം. ഇതിപ്പോൾ 1/2 കിലോ ഉണ്ട് കേട്ടോ കരൾ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്. ഞങ്ങൾ എല്ലാത്തിനും തേങ്ങാക്കൊത്തിടും, അപ്പോൾ കരളിന് നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ട പൊടികൾ: കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ വറുത്തെടുക്കാം. എല്ലാവരും ഒന്നും കരളിന് ആരും അങ്ങനെ തേങ്ങയൊന്നും ചേർക്കത്തില്ല, പക്ഷേ ഇവിടെ ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് പച്ചമണം മാറിയാൽ മതി. അപ്പോഴത്തേന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സവാളയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പിട്ട് ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഒരുമാതിരി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഉള്ളി റെഡി ആയിട്ടുണ്ട്. മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി തോനെ എടുക്കണം കേട്ടോ. കരളായതുകൊണ്ട് കുരുമുളക് നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേന് കരൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അരപ്പൊക്കെ അതിനകത്തുനിന്ന് പിടിപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതിനിപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ച് എടുക്കാം. വേവിച്ച് വറ്റി വരുമ്പോഴത്തേനും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ച് നല്ല പരുവത്തിന് വറ്റി വരണം കേട്ടോ. നമ്മൾ ചാറ് കറിയായിട്ടാണ് എടുക്കുന്നത്, അപ്പം ഒരുപാട് വറ്റിക്കത്തില്ല. ചാറ് കറിയായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയല്ല, ചിക്കൻ കരൾ റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു പൊറോട്ട ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ആ പൊറോട്ടയും കൂട്ടിയാണ് ആദ്യമേ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.